ദൈവത്തിൻ്റെ ധന്യവും അതിശ്രേഷ്ഠവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവനള്ളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ആമ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തെ നമ്മൾ ഹൃദയത്തെ കഠിനമാക്കി മുന്നോട്ട് പോകുന്ന ചില സാഹചര്യങ്ങളുണ്ടാവും. ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോൾ, ചില പ്രതികൂലങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടതിന് പകരം, ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പകരം പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം നമുക്കറിയാം. എന്നാൽ തിരുവചനം പറയുന്നു, നിന്റെ നന്മയ്ക്ക് തടസ്സമായി വരാതിരിക്കേണ്ടതിന്, നിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി വരാതിരിക്കേണ്ടതിന് നിന്റെ ഹൃദയത്തെ കഠിനമാക്കരുത്. ഈ അധ്യായങ്ങൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ചിന്തയോടനുബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ, ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ മരുഭൂമിയിൽ കൊണ്ടുവരുമ്പോൾ ഇസ്രായേൽ ജനം കൊടുത്ത നന്മകളെയും വിടുതലുകളെയും മറന്ന അവരുടെ ഹൃദയം കഠിനപ്പെടുന്ന അനുഭവത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. മരുഭൂമിയുടെ മേഖലയിൽ അവർക്ക് അപ്പത്തിന് അപ്പവും ഇറച്ചിയും ദൈവാത്മാവിടുന്ന് കൊടുത്തു. അവരുടെ വസ്ത്രങ്ങൾ മുഷിഞ്ഞില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. അവരുടെ കാലിലെ ചെരുപ്പുകൾ തേഞ്ഞില്ല എന്ന ദൈവാത്മാവ് വചനത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഇസ്രായേൽ ജനത്തിന്റെ ഹൃദയം എന്ത് ചെയ്തു? കഠിനപ്പെട്ടുകൊണ്ടിരിക്കുവാനിടയായി തീർന്നു. ദൈവം കൊടുത്ത ഓരോ നന്മകളെയും മറന്ന ഇസ്രായേൽ ജനത്തിന്റെ ഹൃദയം പലപ്പോഴും കഠിനപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, മടങ്ങുമെന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ, നാം ദൈവം തരുന്ന നന്മകൾ പലപ്പോഴും മറന്ന ദൈവസന്നിധി നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ, നാം ആഗ്രഹിക്കുന്നത് ആ സ്പോട്ടിൽ ലഭിച്ചില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുമ്പോൾ, പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം കിട്ടിയില്ല എന്ന് പറഞ്ഞ നാം നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുമ്പോൾ, സർവശക്തനായ ദൈവം വചനത്തിൽ കൂടി ഇങ്ങനെ നമ്മെ ഓർപ്പിക്കുന്നു. എബ്രയ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനം ആക്കരുത്. ദൈവത്തിന്റെ ശബ്ദം കേട്ട്, ദൈവത്തിന്റെ ശബ്ദത്തിന് ചെവി കൊടുത്ത് നാം മുന്നോട്ട് പോകുന്നവർ ആകുന്നു എങ്കിൽ നമ്മുടെ ഹൃദയം കഠിനമാക്കാതെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീരട്ടെ. പലപ്പോഴും ഹൃദയത്തെ കഠിനമാക്കാനുള്ള ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് തിരുവചനം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 95-ന്റെ 7-8 വാക്യത്തിൽ വായിക്കുമ്പോൾ, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബയിൽ എന്ന പോലെയും മരുഭൂമിയിലെ മസ ദിവസത്തിൽ എന്ന പോലെയും നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്. മസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷിക്കൽ എന്ന് വെച്ചാൽ, ഒന്നുകൂടെ പറയാം, നീ ഭൂമിയിലായിരിക്കുമ്പോൾ പല പരീക്ഷണങ്ങളാൽ നീ പരാജയപ്പെടുമ്പോൾ, പല പരീക്ഷണങ്ങൾ ജീവിത മേഖലയിൽ കടന്നു വരുമ്പോൾ നിന്റെ ഹൃദയം എന്ത് ചെയ്യരുത്? കഠിനപ്പെടുവാൻ ഇടവരരുത്. ജീവിത മേഖലയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണോ, കഴിഞ്ഞ നാളിൽ ദൈവത്തിൽ നന്മ അനുഭവിച്ച ഒരു ദൈവ പൈതലാണോ, പലപ്പോഴും പരീക്ഷണങ്ങൾ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ നിന്റെ ഹൃദയം എന്ത് ചെയ്യരുത്? കഠിനപ്പെടരുത്. അടുത്ത വാക്യം ഞാൻ പറയുന്നത് മെരീബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലഹം എന്നാണ്. പലപ്പോഴും ജീവിതത്തിൽ ശത്രുവാകുന്ന കലക്കത്തിന്റെ അനുഭവങ്ങൾ കൊണ്ടുവന്ന ഹൃദയം കഠിനമാക്കാൻ നോക്കുമ്പോൾ, ഹൃദയം കഠിനപ്പെടുത്താൻ നോക്കുമ്പോൾ, ഇത് ശത്രുവിന്റെ തന്ത്രം ആണ് എന്ന് മനസ്സിലാക്കി കലഹത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ശത്രു കലക്കിക്കളയാൻ നോക്കുന്ന ഈ അനുഭവങ്ങളിൽ നിന്ന് നീ വേർവിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീരണം. അവിടെ നിന്റെ ഹൃദയം കലങ്ങിപ്പോകുവാനോ, നിന്റെ ഹൃദയം കഠിനപ്പെടുവാനോ ഇടവരാതെ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീരട്ടെ. എബ്രയ ലേഖനം 4-7 ഇങ്ങനെ പറയുന്നു, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. നിങ്ങളുടെ ഹൃദയത്തെ അവന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുന്നുവെങ്കിൽ, ദൈവത്തിൽ നിന്ന് എനിക്ക് ചിലത് പ്രാപിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, മനുഷ്യർക്കാർക്കും തരാൻ കഴിയാത്ത ചില വിടുതലുകളെയും ചില നന്മകളെയും സർവശക്തനായ ദൈവത്തിൽ നിന്ന് ഞാൻ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ
എങ്കിൽ എന്റെ ഹൃദയം കഠിനമാക്കാതെ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ, ദൈവത്തോട് മത്സരിക്കുവാൻ തയ്യാറാകാതെ, ദൈവിക സന്നിധിയിൽ നമ്മെ കഠിന ഹൃദയമുള്ളവരാക്കി മാറ്റുവാൻ ഇടവരാതെ, ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മുടെ വിഷയങ്ങളെ സമർപ്പിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നു എങ്കിൽ, സർവശക്തനായ ദൈവം നിങ്ങളുടെ വിഷയത്തിന് മേൽ ദൈവാത്മാവിന്റെ പരിഹാരത്തെ നൽകി തരുവാനിടയായി തീരും. കഴിഞ്ഞ നാളുകളിൽ നന്മകളെ നൽകി തന്ന ദൈവത്തെ മറന്നു പോകാതെ, കഴിഞ്ഞ നാളുകൾ നിന്റെ വിഷയത്തിനെല്ലാം പരിഹാരം തന്ന ഒരു സർവശക്തനായ ദൈവം, നീ പ്രാർത്ഥിച്ചതെല്ലാം നിനക്ക് നൽകി തന്ന ഒരു സർവശക്തനായ ദൈവം, നീ അർഹിക്കാത്ത ചില നന്മകൾ കൂടി നിന്റെ കരങ്ങളിൽ നൽകി തന്ന ഒരു സർവശക്തനായ ദൈവം ഉണ്ട് എന്നുള്ളത് മറന്നു പോകാതെ, ചില സാഹചര്യങ്ങൾ വരുമ്പോൾ, ചില കലഹത്തിന്റെ അനുഭവങ്ങൾ വരുമ്പോൾ, ചില മത്സരത്തിന്റെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ, ഹൃദയത്തെ കഠിനമാക്കാതെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത വിഷയത്തിന്റെ നടുവിൽ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ, വിഷയത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ, ഒരു കണ്ണിന് തോന്നാത്ത ദയ സർവശക്തനായ ദൈവം നിന്റെ മേലെ അവിടുന്ന് വെളിപ്പെടുത്തുവാനിടയായി തീരും. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, കാതും കേട്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയവും അറിഞ്ഞിട്ടില്ലാത്ത ചില വിടുതലുകളെ ദൈവാത്മാവ് നിന്റെ മേലെ അവിടുന്ന് പകർന്ന സ്വർഗം അനുഗ്രഹിക്കുവാനിടയായി തീരും. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം ദൈവാത്മാവിൽ തൂത് വിളിച്ച് പറയാം, ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഹൃദയത്തെ കഠിനമാക്കാതെ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രത്യാശയുള്ളവരായി മുന്നോട്ട് പോകാം. ഈ ചിന്തകളാൽ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.